ഗാന്ധി അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഇത് വിട്ടുകൊടുക്കണം, അവർക്ക് നടപ്പാൻ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് ചരിത്രം. ആ ഇണ്ടന്തുരുത്തി മന ഇപ്പോൾ ചെത്തുതൊഴിലാളി യൂണിയൻ്റെ ഓഫീസാണ്. അതാണ് ചരിത്രം. 100 കൊല്ലം മുമ്പ് ഗാന്ധി പോയി വാദിക്കൽ നിന്ന വീട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി. ഈ കേരളത്തിൽ മാത്രം അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഞാൻ പോയപ്പോൾ ഗാന്ധിയുടെ പ്രതിമ അമ്പലത്തിൻ്റെ മുന്നിൽ എന്താ ഗാന്ധിയുടെ പ്രതിമ? അപ്പം അവർ മറുപടി പറഞ്ഞത്, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദളിതർക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടന്നപ്പോൾ അവർക്ക് പിന്തുണയുമായി ഗാന്ധി അവിടെ എത്തി. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. എല്ലാവരെയും ചേർത്ത് നിർത്തി. എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന ഒന്നായിരുന്നു ദേശീയ പ്രസ്ഥാനം. അതിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും ഒരാളെയും മാറ്റി നിർത്തിയില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തി. എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും അവശരെയും ആലംബഹീനരെയും എല്ലാവരെയും ചേർത്ത് നിർത്തി. ഒരു പ്രത്യയ ശാസ്ത്ര പിണക്കങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയും എപ്പോഴും, എല്ലാ അരുവികളും നദികളും ഒഴുകി അവസാനം മഹാസാഗരത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെ, അവിടെ ചെന്ന് ചേരുന്നത് പോലെ ഈ രാജ്യത്തുണ്ടായ എല്ലാ ചിന്താധാരകളും എല്ലാ ചിന്തകളുമെല്ലാം ഒന്നിച്ച് ഒഴുകിയെത്തുന്ന മഹാസാഗരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അവർ മാറ്റി. ഈ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മാറ്റി നിർത്തുന്ന, ഒന്നിനെയും ഉൾക്കൊള്ളാത്തൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നതാണ്. ഇവിടെ അസീസ് കുഞ്ഞ് സാഹിബ് ഇരിക്കുന്നു. ഇത് നോമ്പ് കാലമാണ് അല്ലേ? നോമ്പ് കാലമാണ്. അദ്ദേഹം നോമ്പനുഷ്ഠിച്ചാണ് ഇരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇസ്ലാമിൻ്റെ ആസ്ഥാനമായ തുർക്കിയിലെ ഖലീഫയുടെ ആസ്ഥാനം ഗാലിഫേറ്റ് അതില്ലാതാക്കി. അതിനെതിരായി ഒരു ആഗോള പാൻ ഇസ്ലാമിക് മൂവ്മെൻ്റ് എന്ന് ആരംഭിച്ചു. അതായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ലോകത്തിൽ ആദ്യമായി പിന്തുണ കൊടുത്ത രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും നിസ്സഹകരണ പ്രസ്ഥാനത്തെയും ഒരുമിച്ച് കൊണ്ടുപോയി. കാപ്പാട് കടപ്പുറത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിനും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ഒരുമിച്ച് വേദിയൊരുക്കി. ഷൗക്കത്ത് അലി സഹോദരന്മാരും ഗാന്ധിയും ഒരുമിച്ച് കോഴിക്കോട് കാപ്പാട് മൈതാനത്ത് പ്രസംഗിച്ചു. അതാണ് ചരിത്രം. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു ആശയമാക്കി പ്രസ്ഥാനത്തെ മാറ്റി. അത് 5000 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യമാണ്. മുഗളന്മാർ ഭരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, രജപുത്രന്മാർ ഭരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ സംസ്കാരങ്ങളെയും ജനപദങ്ങളെയും ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമായിരുന്നു നമ്മുടെ രാജ്യം. അതിൻ്റെ തുടർച്ചയായിരുന്നു ദേശീയ പ്രസ്ഥാനം. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ള മഹിതമായ ഒരാശയം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം മറ്റു സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത്? ശ്രീനാരായണ ഗുരുദേവനെയും അയ്യങ്കാളിയെയും കാണുകയും അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ സന്ദർശിക്കുകയും വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും മധുരയിലെ സത്യാഗ്രഹത്തിലും പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ട് ഗാന്ധി എന്താ പറഞ്ഞത്? മാറ്റമുണ്ടായി തൻ്റെ ചിന്താഗതിയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം തമാശയായിട്ട് പറഞ്ഞു, നമ്മളെല്ലാം രാവിലെ ഒരു ഇരുമ്പൊലൊക്കെയായിട്ട് ഇറങ്ങുന്ന ആളാണ് വീട്ടിൽ. നമ്മുടെ അഭിപ്രായം മാറ്റൂല. അതങ്ങനെയല്ല. ഇവരുമെല്ലാമായി സംസാരിച്ച് നടക്കുന്ന ആ ഇൻട്രാക്ഷൻ, ആ ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമുള്ള സമരമല്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന സമരത്തോടൊപ്പം നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ, ജീവിതത്തിൽ വഴി നടക്കാൻ അവകാശമില്ലാത്തവരെ, ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്തവരെ, മേൽവസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത സ്ത്രീകളെ, തീണ്ടപ്പാടകളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ കൂടി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ഉറക്കെ പറഞ്ഞു. അതല്ലേ? അതിൻ്റെ പ്രോഡക്റ്റാണ് ഇന്ത്യയുടെ ഭരണഘടന.
മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം എന്ന വാക്കുകൾ ആകാശത്തു നിന്ന് പൊട്ടി വീണ വാക്കുകളല്ല. അത് ഗാന്ധിയുടെ അടക്കമുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ്. ഈ വാക്കുകൾ ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും അത് അപകടത്തിലായി നിൽക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരായി ഈ ചർക്കാങ്കിതമായ മൂവർണ്ണ പതാകയും നെഞ്ചിലേറ്റി നടന്ന മഹാത്മജിയുടെയും ജവഹർലാലിൻ്റെയും പിന്തുടർച്ചക്കാരായ നമുക്കാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിയുടെ പ്രപൗത്രൻ ശ്രീ തുഷാർ ഗാന്ധി ഇവിടെ പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ്, അർബുദമാണ് ഈ വർഗീയത, ഈ സംഘപരിവാർ. ശരിയല്ലേ? രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ ശത്രുക്കളാക്കി പരസ്പരം തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ശക്തികൾ, ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ ആരാധിക്കുന്നവർ ഇന്നലെ എന്നിട്ട് അവർ പോവുകയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ. തുഷാർ ഗാന്ധി പറഞ്ഞു, എൻ്റെ ബാപ്പുജിയുടെ നേർക്ക്, പ്രതിമയുടെ നേർക്ക് പോലും അവർ നിറയൊഴിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞത്. അത്ര ഭീതിയാണ് ഈ രാജ്യത്ത്. ഗാന്ധി എന്താണ് സ്വപ്നം കണ്ടത്? എന്താണ് ഈ രാജ്യത്ത് നടക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചത്? സ്വന്തം ചോരയിൽ എഴുതി വെച്ചു. ഞാൻ പറഞ്ഞു, അയോധ്യയിലെ രാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എൻ്റെ രാമൻ അയോധ്യയിലല്ല, എൻ്റെ രാമൻ ഹേ റാം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി പിടഞ്ഞു വീണ് മരിച്ച ബിർള മന്ദിരത്തിൻ്റെ ഇടനാഴിയിലാണ് എൻ്റെ രാമൻ നിൽക്കുന്നത്. അത് മഹാത്മാഗാന്ധിയുടെ കൂടെയാണ് രാമൻ. ഒരു മതം, ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ള മതേതരത്വം അല്ല ഇന്ത്യയുടെ മതേതരത്വം. അവിടെ റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിൻ്റെ നിരാസമാണ്. ഇന്ത്യയിലെ മതേതരത്വം എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഹിന്ദുമത വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ, എൻ്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ, എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവൻ്റെ മുമ്പിൽ നിന്ന്, അവനേക്കാൾ മുന്നിൽ നിന്ന് അവനെ ഞാൻ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. അതാണ് ഗാന്ധി നമ്മളെ പഠിപ്പിച്ചത്. ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം, മതവിശ്വാസം തെറ്റൊന്നുമല്ല, അതാകാം. അത് ചരിത്രപരമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസമാണ്. എൻ്റെ മതത്തിൽ എനിക്ക് വിശ്വസിക്കാൻ അവകാശമുള്ളതുപോലെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാൾക്ക് അയാളുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പോരാടും. അപ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ, രാജ്യത്തെ തമ്മിലടിപ്പിക്കാൻ, പരസ്പരം പോരടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ ഗാന്ധി പോരാടിയത് ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് 40 കോടി വരുന്ന ദരിദ്ര നാരായണന്മാർ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച നിരക്ഷരരായ ഭൂരിപക്ഷം മനുഷ്യർ, വ്യത്യസ്തമായ ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, ജാതികൾ, ഈ 40 കോടി വരുന്ന ജനങ്ങളെ മുഴുവൻ ഒരു നൂലിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഒരു ഹാരമാക്കി മാറ്റി ഇന്ത്യ എന്നുള്ള ആശയത്തിന് വേണ്ടി സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി പോരാടി. നിസ്സാരമാണോ? മുഴുവൻ ജനങ്ങളെയും, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഈ വൈദേശിക ആധിപത്യത്തിനെതിരായി പോരാടി. അന്ന് ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയ ആളുകൾ, ഭരണകൂടവുമായി കൈകോർത്ത ആളുകൾ, മാപ്പപേക്ഷ എഴുതി കൊടുത്ത് ഞാൻ ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ മേല പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങൾ ഇനി ചൂണ്ടിക്കാണിച്ചു തരും എന്ന് ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കി ഇറങ്ങിപ്പോന്ന ആളുകൾ, അവരാണോ ഗാന്ധിയേക്കാൾ വലിയ ആളുകൾ? അവർക്ക് വേണ്ടിയാണോ ഗാന്ധി നിന്ന നടത്തുന്നത്?
ഞങ്ങൾ സമ്മതിക്കില്ല. കോൺഗ്രസ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഗാന്ധി നിന്ന് നടത്തി ഈ രാജ്യത്തിന്റെ മഹിതമായ പൈതൃകത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും, ഏത് അധികാരവർഗവും ഏത് ഭരണകൂടം ശ്രമിച്ചാലും നമ്മൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. അത് ഇന്ത്യ എന്നുള്ള ആശയത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും പ്രതിജ്ഞാബദ്ധമാണ് ഈ ആശയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പുകൾക്ക് ജയിക്കാൻ വേണ്ടിയുള്ള പ്രീണനങ്ങൾ, ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണെങ്കിലും ഭൂരിപക്ഷ പ്രീണന രാഷ്ട്രീയമാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും ആ പ്രീണനത്തിനുണ്ടാകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നമ്മുടേത് ഉറച്ച മതേതര ബോധമാണ്. ആ ഉറച്ച മതേതര ബോധത്തിന്റെ അടിത്തറയിൽ നിന്നുമാണ് കേരളത്തിലെ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നമ്മൾ കെട്ടിപ്പടുക്കുന്നത്. അധികാരത്തിന് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാതെ, ആശയങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കാതെ, ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് 100 വർഷക്കാലം മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമുക്ക് പകർന്നു തന്ന ആ വഴികളിലൂടെ, അദ്ദേഹം പ്രകാശഗോപുരമായി നിൽക്കുന്ന ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മുഹൂർത്തം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഇവിടെ ശ്രീ എബി കുര്യാക്കോസും സ്വാഗത പ്രാസംഗികനും എല്ലാവരും വളരെ വിശദമായി ചെങ്ങന്നൂരിലെത്തിയതിൻ്റെ ചരിത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ആവർത്തിക്കുന്നില്ല. ബാരിസ്റ്റർ ജോർജ് ജോസഫ് സാറിൻ്റെയും മഹാത്മാഗാന്ധി ഇവിടെ വന്നതിൻ്റെയും എല്ലാം ഓർമ്മകൾ ഇവിടെ നമുക്ക് നിലനിർത്തണം. എനിക്കൊരു നിവേദനം തന്നു. ഇവിടെ പ്രായമായ ഒരാൾ ഈ മിൽസ് മൈതാനത്താണ് ഇപ്പോൾ സ്റ്റാൻഡ് അല്ലേ, KSRT സ്റ്റാൻഡിലാണ് അദ്ദേഹം സംസാരിച്ചത്. അവിടെ നമുക്ക് മഹാത്മാഗാന്ധി ചെങ്ങന്നൂരിൽ വന്നതിൻ്റെ ഒരു സ്മാരകം വേണം. ബാരിസ്റ്റർ ജോർജ് ജോസഫ് സാറിനും നമുക്കൊരു സ്മാരകം ഉണ്ടാക്കണം. നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെടാം. അവർ ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ, അവർ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെങ്ങന്നൂരിലെ മുഴുവൻ ജനതയ്ക്കും വാക്ക് തരുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരുമ്പോൾ ഈ 2 സ്മാരകങ്ങളും ചെങ്ങന്നൂരിലുണ്ടാവും, ഉറപ്പായുണ്ടാവും. നമുക്കത് ചെയ്യണം. അതാണ് ഈ 100ാം വാർഷികത്തിൽ ഈ ഓർമ്മ വരാനിരിക്കുന്ന തലമുറകളിലേക്ക് കൈമാറുന്നതിനുള്ള കാരണം. ഞാൻ അവസാനിപ്പിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു, ഗാന്ധിയെക്കുറിച്ചാണ്, ഇങ്ങനെ മജ്ജയും മാംസവുമുള്ള ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് അടുത്ത നൂറ്റാണ്ടിൽപ്പെട്ട തലമുറയോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്. അത്ര വിസ്മയമായിരുന്നു ഗാന്ധി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ എബി കുര്യാക്കോസ് സൂചിപ്പിച്ചതുപോലെ 12-ാം തീയതി തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച പരിപാടി മഹാത്മജിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും യുഗപുരുഷന്മാർ തമ്മിൽ സംഗമിച്ച ആ പരിപാടിയുടെ 100ാം വാർഷികം. ഇന്നലെ എറണാകുളത്ത് ആലുവ UC കോളേജിൽ മഹാത്മാഗാന്ധി 100 വർഷം മുമ്പ് വന്നപ്പോൾ നട്ട മാവിൻ്റെ ചുവട്ടിൽ മഹാത്മാഗാന്ധിയുടെ പ്രഭൗത്രൻ തുഷാർ ഗാന്ധിയോടൊപ്പം ഉള്ള പരിപാടി. ഇന്ന് ചെങ്ങന്നൂരിൽ വേറെ ഒരിടത്തും കിട്ടാത്ത അവകാശമാണ് ചെങ്ങന്നൂരുകാർക്ക്. 3 പ്രാവശ്യം ഗാന്ധിയുടെ പാദസ്പർശമേറ്റ ചെങ്ങന്നൂരിൽ ഈ ഗാന്ധി വന്നതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ 3ാമത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കൂടി കഴിഞ്ഞത് അഭിമാനകരമായി ഞാൻ കരുതുന്നു. ഈ പരിപാടി മനോഹരമായി സംഘടിപ്പിച്ച ഗാന്ധി ദർശൻ വേദിയെ, ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിൻ്റെ 100ാം സമിതി, ഗാന്ധി ദർശൻ സമിതിയുടെ ഈ പരിപാടിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിൻ്റെ 100ാം വർഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.